പ്രവേശന കവാടം കടന്നാലുടനെ കാണുന്നത് ഇതുപോലെയൊരു ആഫ്രിക്കൻ മുത്തശ്ശിയെയാണ്. പക്ഷിത്തൂവൽ കൊണ്ടുള്ള കിരീടമൊക്കെ വെച്ച ഈ മുത്തശ്ശിയുടെ ശില്പം കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിന് ഉള്ളിലാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളുടെ അനുകരണം ഈ കയറുന്ന ഇടത്തു തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ചൈനീസ് വൻമതിൽ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ബ്രസീലിലെ റിഡീമർ സ്റ്റാച്യു എന്നിവ ഇവിടെ കാണാം. പീസായിലെ ചെരിഞ്ഞ ഗോപുരവും റോമിലെ കൊളോസിയവും പാരീസിലെ ഈഫൽ ടവറും ആഗ്രയിലെ താജ്മഹലുമൊക്കെ ഇവിടെയുണ്ട്. സിഡ്നിയിലെ ഒപ്പേറ ഹൗസിന്റെ മോഡലും ഇവിടെ കാണാം. ലോക സംസ്കാരങ്ങൾ ഇവിടെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. വിവിധ രാജ്യങ്ങളുടെ സ്റ്റാളുകളാണ് ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് കാണാൻ കഴിയുക. വിവിധ രാജ്യങ്ങളിലെ ആഹാരങ്ങൾ, വസ്ത്രങ്ങൾ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഈ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഗ്ലോബൽ വില്ലേജിന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണാവുന്ന തരത്തിൽ ഉയരത്തിലും വലിപ്പത്തിലുമാണ് ടർക്കി തങ്ങളുടെ പവലിയൻ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായി പാകിസ്ഥാന്റെ പവലിയനുമുണ്ട്. തുകലുൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. തങ്ങളുടെ പവലിയന് ഏറ്റവും നല്ല ആകർഷണീയത നൽകാൻ ഓരോ രാജ്യവും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടേതുമായി ഏറെ സാദൃശ്യമുള്ള മനുഷ്യരും സംസ്കാരവുമാണ് ശ്രീലങ്കയുടേത്. ഗ്ലോബൽ വില്ലേജിന്റെ പരസ്യമായി ഇവിടെ നല്ലൊരു ശില്പം കാണാം. വൈവിധ്യമാർന്ന വൈദ്യുത വിളക്കുകളുടെ വർണ്ണസങ്കലനം ഈ സന്ധ്യാനേരത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. നടന്ന് ഞങ്ങൾ ഒരു ചത്വരത്തിന് മുന്നിലാണ് എത്തിയത്. നിറഭംഗി ഏറെയുള്ള ഒരു കമാനം ഇവിടെ കാണാം. കൾച്ചറൽ ഗേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ആകാശങ്ങളെപ്പോലെ കുതിക്കാനൊരുങ്ങുന്ന തൂവെള്ള നിറത്തിലുള്ള കുതിരകൾ. അനുദിനം സമ്പന്നതയിലേക്കും പുരോഗതിയിലേക്കും കുതിക്കുന്ന ദുബായിയുടെ പ്രതീകം തന്നെയായിരിക്കണം ഈ കുതിരകൾ. ചത്വരത്തിന് നടുവിലായി വർണ്ണാലങ്കൃതമായ വാട്ടർ ഫൗണ്ടനുമുണ്ട്. സിറിയ എന്ന രാജ്യത്തിന്റെ പവലിയനാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. എല്ലായിടത്തും കയറുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇത് മുഴുവനായി കണ്ടു തീർക്കാൻ ഒരു ദിവസം തന്നെ മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പവലിയന് മുന്നിലെത്തുമ്പോൾ ആത്മാഭിമാനം കൊണ്ടും ദേശസ്നേഹം കൊണ്ടും മനസ്സ് നിറയുകയാണ്. അതെ, നമ്മുടെ മാതൃരാജ്യമായ ഭാരതം എന്ന ഇന്ത്യ. ഈ കമാനത്തിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ ഇന്ത്യയുടെ സ്റ്റാളുകളാണ് മുഴുവനായും കാണുക. ഗ്ലോബൽ വില്ലേജിൽ കണ്ട ഏറ്റവും ഗംഭീരമായ പവലിയനുകളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. ഇന്ത്യക്ക് മുമ്പിലായിട്ടാണ് ഖത്തറിന്റെ പവലിയൻ. സ്റ്റാളുകൾ കാണുക എന്നത് മാത്രമേ ഉദ്ദേശമുള്ളൂ. വിലപേശുന്നതിൽ ഞാൻ ഏറെ പുറകിലാണ്. അതുകൊണ്ട് വാങ്ങുന്നതിന് ഏതായാലും ഉദ്ദേശമൊന്നുമില്ല. ചൈനയുടെയും ജപ്പാന്റെയും ഒക്കെ സ്റ്റാളുകൾ ഞങ്ങൾ ഇതിനിടയിൽ പിന്നിട്ടിരുന്നു. ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ചൈനീസ് സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതിനേക്കാൾ നിലവാരമുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പ്രൗഢഗംഭീരമായ ഒരു കൊട്ടാരത്തിന്റെ ശൈലിയിലാണ് ഇന്ത്യൻ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂർ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടം കണ്ടു തീർത്തു. ഇനി അത്താഴത്തിനുള്ള സമയമാണ്. എല്ലാ ദിവസവും എന്നതുപോലെ തന്നെ ഇന്നത്തെ ഭക്ഷണവും ബഫേ രീതിയിലാണ്. ചിക്കനും മട്ടനും മീനും എല്ലാം ഉണ്ട്.